ഉത്രാടപ്പാച്ചിലിന് തിരക്കിലാണ് തലസ്ഥാനം. തിരുവോണത്തലേന്ന് സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് ജനങ്ങൾ. തിരക്കിനിടയിലും ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിലുള്ള തത്രപ്പാടിലാണ് ആൾക്കാർ. സനിസ ശോഭാചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവോണമാകണമെങ്കിൽ അതിന് ഉത്രാടപ്പാച്ചിലിന്റെ ആ തിരക്കും ഓളവും ഒക്കെ വേണം. അങ്ങനെ ഉത്രാടപ്പാച്ചിലാണ് ഇപ്പോൾ മലയാളികളുള്ളത്. ഇവിടെ എല്ലാ കടകൾക്ക് മുൻപിലും, ഞങ്ങളിപ്പോൾ കിഴക്കേക്കോട്ടയിലെ മാർക്കറ്റിലാണുള്ളത്, എല്ലാ കടകൾക്ക് മുൻപിലും ഒഴുകിയെത്തുന്നത് ജനസാഗരമാണ്. ഓണായിട്ട് നല്ല സന്തോഷം. അതെ, എല്ലാ ചെറുകിട കച്ചവടക്കാർ പോലും വലിയ രീതിയിൽ സന്തോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തെരുവുകൾ നിറയുന്നുണ്ട്. വലിയ രീതിയിൽ രാവിലെ ചെറിയ രീതിയിലായിരുന്നു ആളുകൾ വന്നു പോകുന്നത്. എന്നാൽ ഉച്ചയോടടുക്കുമ്പോൾ ജനക്കൂട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? കച്ചവടം തീരെ കുറവേ തന്നെ, ഈ തിരക്ക് മാത്രമേ ഉള്ളൂ. ആണോ? കച്ചവടം ഇവിടെ കച്ചവടം ഭയങ്കര കച്ചവടം ഇല്ല പൊതുവെ. പിന്നെ ഈ തിരക്ക് കാരണം തിരക്കുണ്ടെന്നേ ഉള്ളൂ. ഉത്രാടപ്പാച്ചിലല്ലേ, വൈകുന്നേരത്തോടെ ശരിയാവണം. അപ്പൊ ഇത് വൈകുന്നേരമായിട്ടില്ല, ഉത്രാടപ്പാച്ചിലിന്റെ ആ തിരക്ക് അങ്ങ് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ നിരാശയിലാണ്. അതൊക്കെ വൈകുന്നേരത്തോടെ മാറുമെന്ന് നമുക്ക് കരുതാം. ചേച്ചി, എങ്ങനെയുണ്ട് ഓണായിട്ട്? ഓണൊക്കെ കൊള്ളാം, നല്ല ഓണം. നല്ല തെറ്റിദ്ധാരൊക്കെ ഉണ്ടല്ലോ. എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചോ? ആണോ? ഇനിയിപ്പോ നാളെ ഓണം ഉണ്ടാ മതി. തിരുവോണം പൊളി പൊളിക്കും. തിരുവോണം പൊളിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. എല്ലാ കടയ്ക്ക് മുന്നിലും ഒട്ടനവധി പേരാണുള്ളത്. ആ ചേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല, കൊള്ളാം. ഉത്രാടപ്പാച്ചില് കൊള്ളാം. തിരുവോണത്തിന് നാളെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കീശയിൽ കുറച്ച് പൈസ ഉണ്ടാവും. ഹാപ്പിയാണോ? എല്ലാ കച്ചവടക്കാരും നല്ല തിരക്കിലാണ്. ഇപ്പൊ നമ്മൾ കണ്ട ഈ മഞ്ഞമുണ്ട്, ഓണമില്ല, ഇതൊക്കെ തിരുവനന്തപുരത്തിന്റെ ഓണവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സാധനങ്ങളാണ്. ഞാൻ തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഓണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഓണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. എന്നാൽ തിരുവനന്തപുരത്തുകാർക്ക് അതൊരു പിടി മേലെയാണ്. അത്തരത്തിൽ ഇവിടെ ഇന്നൊന്നും നാളെ തിരുവോണം കൊണ്ടൊന്നും ഇവിടുത്തെ ആഘോഷങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആഘോഷമാണ്. ആഘോഷത്തിൽ ആറാടുകയാണ് തിരുവനന്തപുരം. അപ്പോൾ ഇനി വൈകുന്നേരം ഇതിന്റെ ഈ ഒരു ഉത്രാടപ്പാച്ചിലിന്റെ ഉച്ചസ്ഥായിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സനിസ ശോഭാചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.